നല്ല അസല് പനമ്പഴം വേദനയ്ക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു പനന്തോട്ടം ഉണ്ടെന്ന് നിങ്ങൾ നേരത്തെ പറയാത്തത് എന്താ? പെട്ടെന്നാകട്ടെ, ധേനുകാസുരൻ വരുന്നതിന് മുമ്പ് സ്ഥലം വിടണം. ധേനുകാസുരൻ ഉപദ്രവിക്കില്ല കൂട്ടരെ. നിലത്ത് വേണ്ടുവോളം പനമ്പഴങ്ങൾ നശിച്ച് പ്രാണിയും മരിച്ചു കിടക്കുന്നുണ്ടല്ലോ. ധേനുകൻ പഴക്കൊതിയനാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? നിലത്ത് വീണ് നശിച്ചാൽ പോലും ഒരൊറ്റ പനമ്പഴം പോലും ധേനുകൻ ആർക്കും കൊടുക്കില്ലെന്നാ കേൾക്കുന്നത്. കൂറ്റൻ പനമരമുലച്ച് പഴങ്ങൾ നിലത്തിട്ടപ്പോ ഈ ബലരാമന്റെ അസാമാന്യ ശക്തി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ കൂട്ടരെ? ബോധ്യപ്പെട്ടു. ജ്യേഷ്ഠൻ ബാലിയേക്കാൾ ബലവാൻ തന്നെ. കൂറ്റൻ പനമരമുലച്ച് പഴങ്ങൾ നിലത്തിട്ടപ്പോ ഈ ബലരാമന്റെ അസാമാന്യ ശക്തി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ കൂട്ടരെ? ബോധ്യപ്പെട്ടു. ജ്യേഷ്ഠൻ ബാലിയേക്കാൾ ബലവാൻ തന്നെ. ഭാഗ്യം, ധേനുകാസനും വന്നില്ല. മൂക്കുമുട്ട പശുമാംസം നിന്ന് ഉറങ്ങിപ്പോയി കാണും. നമുക്ക് പോകാം. ഉറങ്ങിയിട്ടില്ലടാ ചോരന്മാരെ. ധേനുകന്റെ തോട്ടത്തിൽ അനുവാദമില്ലാതെ കടന്നു കയറാൻ കംസകിങ്കരന്മാർ പോലും ധൈര്യപ്പെടാറില്ല. തോട്ടത്തിൽ അതിക്രമിച്ച് കിടന്ന അധികാരികളെ, നിങ്ങൾ ആര്? ഞങ്ങൾ വൃന്ദാവനത്തിൽ വസിക്കുന്ന പാവം കുമാരന്മാരാണ്. നിങ്ങൾ ആരാണ്? ഞാൻ ബലാബലൻ, യജമാനനായ ധേനുകന്റെ തോട്ടം സൂക്ഷിപ്പുകാരൻ. ബലാബലന്റെ കണ്ണു വെട്ടിച്ച് ഒരു പഴം പോലും സ്വന്തമാക്കാൻ ആർക്കും സാധ്യമല്ല. പഴങ്ങൾ അവിടെ വയ്ക്കൂ, നിലത്ത് വയ്ക്കാൻ. ബലാബലന്റെ വാക്കുകളെ ധിക്കരിക്കാൻ അത്രയ്ക്ക് തന്റെ ഇടമോ? അല്പപ്രാണികളെ പിച്ച് ചീന്തിച്ചാൻ. പഴം വയ്ക്കവിടെ, അവിടെ വയ്ക്കാൻ. ബലാബലരെ, എത്രയോ പഴങ്ങൾ നിലത്ത് വീണ് നശിച്ചു പോകുന്നു. ഞങ്ങൾ കൗമാരപ്രായം കഴിയാത്ത പാവം കുട്ടികൾ. ഈ പഴമെങ്കിലും ഞങ്ങൾക്ക് ഉപകരിക്കട്ടെ. പാടില്ല. യജമാനായ ധേനുകന്റെ ഫലമൂലാദികൾ ജീർണിച്ച് മണ്ണടിയേണ്ടവയാണ്. ഒരു മനുഷ്യജീവിയും അതിന്റെ സ്വാതനുഭവിക്കാൻ പാടില്ല. അത് യജമാനന്റെ കൽപ്പനയാണ്. ജീവൻ വേണമെങ്കിൽ കൽപ്പന അനുസരിച്ചോളൂ. ഇല്ല, ഞങ്ങൾ കുട്ടികൾ ആശിച്ച് സംഭരിച്ച പഴം ഞങ്ങൾ തന്നെ കൊണ്ടുപോയിരിക്കും. ഈ ബലാബലൻ ഞങ്ങൾക്ക് വെറും ദുർബലൻ.
എന്റെ ശ്വാസം നിലച്ചെന്നാ തോന്നുന്നേ. ബലാബലനെ കൊല്ലരുതായിരുന്നു ബലരാമ. കൊല്ലണം. പ്രകൃതി കനിഞ്ഞു നൽകുന്ന ഫലമൂലാദികൾ മണ്ണടിഞ്ഞാലും മനുഷ്യജാതിക്ക് ഉപയോഗപ്പെടരുത് എന്ന വാശിയോടെ കാവൽ നിൽക്കുന്ന ഇവന്റെ സ്ഥാനം കാലപുരി തന്നെ. വരിൻ. പോകാം.